പ്രസംഗവേദിയല്ല. ഉസ്താദന്മാർ പറഞ്ഞതുകൊണ്ട് സ്വൽപ്പം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തിത്വത്തെ ഞാൻ ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. കാരണം എന്റേതും അതുപോലെ നിങ്ങളതും മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ഉലമാഇനെയും ഉമറാക്കളെയും വലിയ വലിയ സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെ അന്നൽക്ക് പഠിപ്പിച്ച് അന്നൽക്ക് ഷെയ്ഖായി വന്ന എന്റെ ഉപ്പാപ്പയായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമ ഒന്ന് മഹാനവറുകളെയും, രണ്ട് ഈ വേദി അതിന് കാരണമായത് എന്റെ ബാപ്പാന്റെ സ്മരണയും കൂടിയാണ്. ഇത് രണ്ടും മനക്കിടെ പ്രതിപാദിക്കണം. കാരണം ബാപ്പപ്പൻ നമ്മളോട് പറയാറുണ്ട്, തലമറന്ന് എണ്ണ തേക്കരുത്, തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറയും. അപ്പം താജുൽ ഉലമനെ കുറച്ച് പറഞ്ഞ് അതിലൂടെ നമുക്ക് എന്റെ ബാപ്പനെയും കൂടി എന്ത് ചെയ്യാം, വിവരിക്കാം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ ദീൻ അത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് ചെയ്യുന്നു, പൂർത്തീകരിക്കുകയാണ്. ആ ദീൻ പൂർത്തീകരിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫതഹായപ്പോൾ അവിടുന്ന് ഒരുപാട് പ്രസംഗങ്ങൾ പ്രസംഗിച്ചു, ഒരുപാട് വിഷയങ്ങൾ ദീനിന്റെ കാമിലായ രൂപങ്ങളൊക്കെ അവിടെ പറഞ്ഞതിന് ശേഷം അതിലൊന്നാണ് പറഞ്ഞത് എന്ത്? ഇനി ദീനിന്റെ അനന്തരം അത് അംബിയാ മുർസലീങ്ങൾ അനന്തരം അത് ഉലമാക്കൾക്കാണ്. ദുനിയാവിൽ രണ്ട് അനന്തരമുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു അനന്തരം ഏതാ? ഏത് കാഫിറായാലും ഏത് യഹൂദിയായാലും ഏത് മുഅ്മിനും മുഅ്മിനാത്തും ആരായാലും ദുന്യവിയായ വിഷയത്തിൽ ബന്ധപ്പെട്ട ഒന്ന് സാമ്പത്തിക അനന്തരം, സ്വത്തുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അനന്തരം. അത് മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിന്റെ ഇസ്ലാമിനെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കാണെങ്കിൽ അത് ഫിഖ്ഹിയായ രൂപങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിതാബിൽ. അത് മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ മതം പറഞ്ഞ രൂപം ഇരിക്കട്ടെ. രണ്ടാമത്തെ അനന്തരം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത് അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞതിൽ ആ ഇൽമ്, അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാക്കൾ അവരുടെ സമ്പത്താകുന്ന സ്വത്താകുന്ന ഇൽമ്, ആ ഇൽമ് അനന്തരമായി അഥവാ വിശദീകരിച്ചു കൊടുത്തു അന്നൽക്ക് ദീനീ പ്രബോധനം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കാലഘട്ടം വന്നു ആരടുത്തേക്ക് എത്തി? ബഹുമാനപ്പെട്ട താജുൽ ഉലമന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടുത്തെ ബാപ്പ താജുൽ ഉലമൻ അങ്ങനെ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ് 17-ാം വയസ്സിൽ ബാഖിയാത്തിൽ പോയി അവിടെ നിന്നും പഠിച്ചതിന്റെ ശേഷം ഫസ്റ്റ് റാങ്കോടുകൂടി പഠിച്ചതിന്റെ ശേഷം അതാ ഷെയ്ഖ് ഹസൻ അസ്റത്തിന്റെ സമ്മതപ്രകാരവും കണ്യത്ത് ഉസ്താദിന്റെ സമ്മതപ്രകാരവും ഇ കെ ഉസ്താദിന്റെ സമ്മതപ്രകാരവും അതിനെല്ലാം താജുൽ ഉലമയും ഞങ്ങൾക്ക് ഒരു അദബിയായ ജീവിതം കാണിച്ചു തന്നിട്ടുണ്ട്. അത് ആ ഉള്ളാളത്തേക്ക് വരുന്നതിനും അദബിയായ ജീവിതം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുത്തെ അമ്മോശനായ എന്റെ ഉപ്പാപ്പയായ എന്റെ ഉമ്മാന്റെതും എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഉമ്മയും അവരെ അവിടുത്തെ ഉപ്പാപ്പായ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ രാമന്തളി തങ്ങൾ, അതിൽപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ ഏഴിമല ഖുദ്ദസല്ലാഹു സിർറഹു വലിയ മഹാനാണ്. വലിയ മഹാനാണെന്ന് വലിയ മഹാനാണ്. ഞാനല്ല ഉമ്മാമെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. മൂപ്പര കുത്തുബയ്യത്തിരി മഹീദ്ദീൻ ശൈഖ് തങ്ങളെ ഹാദിറാവുണ്ടത്രേ. അങ്ങനത്തെ കുത്തുബയ്യത്താണ്. ആ നിലക്കന്നെ മൂപ്പര ജീവിതം ഇതുപോലെ തക്കവയാണ്. അവരെ മക്കൾ എല്ലാവരും ഉലമാക്കളാണ്.
ആ നിലക്ക് അവിടുന്ന് ചോദിച്ച് ഞാൻ അമ്മോശന്റെ അടുത്ത് സമ്മതം എടുക്കാന്ന് പറഞ്ഞ് മൂപ്പരന്ന് താമസം കൊച്ചിയിൽ മട്ടാഞ്ചേരി പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അവരൊക്കെ ചോദ്യന്റെ ശേഷം അതാ അവിടുന്ന് സമ്മതപ്രകാരം അതിലൊരുപാട് വിഷയങ്ങളുണ്ട്. ആ പോയതും താജുലുമക്ക് ദുആ കിട്ടിയതും ഈ വളർച്ചയൊക്കെ പറയാണ്ടത് പറയാൻ നേരമില്ല. അങ്ങനെ താജുലുമന്റെ വരവ് എവിടെ എത്തി? ഉള്ളാളത്തെത്തി. ആ ഉള്ളാളത്തെത്തിയപ്പോൾ എന്റെ കേട്ടറിവാണ് ഉള്ളാളമെന്ന് ഭയങ്കര കാടും ഒരു പള്ളി മക്കാമുണ്ട് പള്ളിയുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഈ കാണുന്ന വികസനമൊന്നുമില്ല. അങ്ങനെ താജുൽ ഉലമ അവിടെ വന്ന് സ്ഥിരപ്പെട്ടപ്പോൾ താജുൽ ഉലമ പറഞ്ഞതാണ് എന്ത്, ഇവിടെ ഇനി ദർസ് തുടങ്ങണം, ഇൽമ് തുടങ്ങണം. അങ്ങനെ ആ ദർസ് തുടങ്ങിയതിന്റെ ശേഷം ആ ദർസ് വരവരോടുകൂടി അന്നേരം ചോദിച്ചവരുണ്ടായത്ര അതിനുള്ള സാമ്പത്തികം ആക്ക അല്ലാഹു തന്നോളൂ, അള്ളാഹുവിന്റെ ദീൻ തുടങ്ങ്, ബാക്കി അല്ലാഹു തന്നോളൂ. അങ്ങനെ അവിടുന്ന് ദർസ് തുടങ്ങി. ഇന്ന് ലോകമൊട്ടാകെ അറിയുകയാണ് ഉള്ളാളം എന്ന സ്ഥലം. മദനിത്തങ്ങളും ഇഷ്ടപ്പെടുന്നത് ഇൽമാണ്. അപ്പം ആ രൂപത്തിൽ അടുത്തൊരു നല്ലൊരു ആളെ കൊണ്ട് ഒന്നും കൂടി എന്ത് ചെയ്യണം, പ്രസക്തമാക്കണം. ആ രൂപത്തിൽ അതാ സയ്യിദവറുകളായ എന്റെ ഉപ്പാപ്പയ താജുൽ ഉലമനെ അവിടത്തേക്ക് എത്തിക്കുന്നു. അതിലൂടെ അതാ ആ നാട്ടിനെ അറിയപ്പെടുകയാണ്. ശേഷം ആ താജുൽ ഉലമ അന്നൽക്ക് പഠിച്ച് അന്നൽക്ക് എന്നെ പഠിപ്പിച്ച് ഒരുപാട് ശിഷ്യന്മാർ വാർത്തെടുത്തു. അതിൽ ഒന്നാണ് എന്ത്, എന്റെ ബാപ്പയായ താജുൽ ഉലമ എല്ലാവരോടും ദീനി പഠിക്കണം, ദീൻ പഠിക്കണം, ദീൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മകനെയും ദീൻ പഠിപ്പിക്കാതിരുന്നില്ല. അതെന്താ കാരണം? ഈ ദുന്യവിയായ ജീവിതത്തിൽ ഏത് വിഷയത്തിനും ഫതഹ് ഉണ്ടാകണോ, അതെല്ലാം വേണ്ടത് അല്ലാഹുവിന്റെ ദീൻ പഠിക്കൽ തന്നെയാണ് എന്ന് തന്നെ താജുൽ ഉലമയുടെ മകൻ എന്റെ ഉപ്പാനെ പഠിപ്പിക്കാൻ, ബൗദ്ധികമായി പഠിപ്പിക്കാൻ കഴിവില്ലാത്തതാണോ? അല്ല. അന്നൽക്കുള്ള പവിത്രത ഇല്ലാത്തതാണോ? അല്ലെങ്കിൽ അന്നൽക്കുള്ള ജനങ്ങളെ മുമ്പിൽ അറിയപ്പെടാത്തതാണോ? അല്ല. പകരം ഏത് വിഷയത്തിനും എന്ത് തന്നെ ആയാലും അല്ലാഹുവിന്റെ ദീൻ അത് പഠിക്കലാണ് ഉത്തമം, അത് പഠിപ്പിക്കൽ തന്നെയാണ് ഉത്തമം എന്നുള്ളത് താജുൽ ഉലമ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ മകനെയും പഠിപ്പിക്കേണ്ടത് അത് തന്നെയല്ലേ എന്നുള്ള ആ ബോധം കൊണ്ട് അതാ താജുൽ ഉലമയും പഠിപ്പിക്കുന്നു. പഠിച്ചു വലുതായതിന്റെ ശേഷം അവിടെ തന്നെ 6 മാസം മുദരിസായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശേഷം അതാ പാപ്പ എന്നെ പറയുകയാണ്, എനിക്ക് ഇവിടെ ശരിയാകൂല, അങ്ങനെയാണ് കുമ്പോൾ തങ്ങളടുത്ത് പോകുന്നത്. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ അതൊക്കെ. അങ്ങനെ അവിടൊക്കെ വരുന്നത്. അങ്ങനെ ആ രൂപം അങ്ങനെ വളർന്നു. പാപ്പ അതാ വളരുകയാണ്. പാപ്പാന്റെ എല്ലാ വളർച്ചയും അവിടെ ഉണ്ടാകിയത് ഇമാമത്താവരി, അതുപോലെ തന്നെ ഇമാമ്, സദർ മുദരിസ്, ആ രൂപമാണ് അവിടുത്തെ കൂറത്തുണ്ടായത്. മദ്രസ പഠിപ്പിക്കലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശിഷ്യന്മാരായ അവിടെ ഉണ്ട്. ആ രൂപത്തിലൊക്കെ പഠിച്ചതിന്റെ ശേഷം അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതിലുപരി ഖുർആൻ ശരീഫ് ഓതുക എന്നുള്ളത് ഉസ്താദ് നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഹരമായി കണ്ടതാണ്. ഹരമായി കാണുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതി അതുണ്ടാകുന്ന ഫضل എത്രത്തോളം ഒരുപാട് വിശദീകരിക്കാൻ അതിൽ ഒന്ന് പറയാം. തഖ്വയുള്ള ഖൽബാകുക. അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓതി കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? തഖ്വയുള്ള ഖൽബ്, തഅലീമുള്ള ഖൽബ്, ശുക്റുള്ള ഖൽബ്. ഇതൊക്കെ ഖുർആൻ ശരീഫ് ഓതുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്?
ഫുൾ ടൈം ദിക്റും സ്വലാത്തും അല്ല, ചെയ്യുന്ന കാര്യത്തിൽ അത് സ്വബോധം, ചെയ്യുന്ന കാര്യത്തിൽ അത് ദീൻ പറഞ്ഞ കാര്യത്തിൽ ചെയ്യാം. അതിന് അത് ഹറാമാണെങ്കിൽ അത് പിടിയ, ഹലാലാണെങ്കിൽ അത് അനുകരിക്കാം ചെയ്യാം, സുന്നത്താണെങ്കിൽ അത് മുത്തബിയായി കൊണ്ടടക്കുക എന്നുള്ളത്. ഇതന്നെയാണ് തഖ്വ എന്നുള്ളത്. എന്നല്ലാതെ ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ കുറെ പച്ചശാളും അതുപോലെ തസ്ബീഹ് എടുത്ത് നടക്കലല്ല. തഖ്വ എന്നുള്ളത് ചെയ്യുന്ന കാര്യത്തിൽ അത് ദീനെതിരാണോ എന്നാൽ മാറി നിൽക്കുക, ദീൻ അധിഷ്ഠിതമാണോ എന്നാൽ ആ രൂപത്തിൽ ചെയ്യാം. അതാണ് തഖ്വന്റെ ഏറ്റവും ഉണ്ടാകുന്ന ഷർത്തുകൾ. അങ്ങനെ ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ തന്നെ വളർന്നു. അതിന്റെ ഉപ്പാപ്പാന്റെ കുരുത്തവും പൊരുത്തമാണ് എന്റെ ഉപ്പാന്റെ എല്ലാ നൽകുള്ള ഫതഹുകളും. അതിൽ ഒന്ന് തന്നെ ഹയാത്ത് കാലത്ത് തന്നെ താജുൽ ഉലമയുടെ ഒരു കറാമത്തായി കാണാം. നിങ്ങൾ ഇന്നും നിൽക്കുവാണെങ്കിൽ യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ കാണാം. നായിബ് ഖാദിയാക്കുന്ന സമയത്ത് പൊതുവെ ഖാദിയാകുമ്പോൾ ബൈഅത്ത് ചെയ്യണം. ജനങ്ങളൊക്കെ സമ്മതിച്ച് എന്നിട്ട് വേണം ബൈഅത്തൊക്കെ ചെയ്യുന്നത്. ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അവിടെ ഖാദി. താജുൽ ഉലമയുടെ ഒരു കറാമത്ത് വന്നവർ ആ മനസ്സാണ്ട് വായിക്കാൻ കഴിയും. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുന്നു, ആ സമയത്ത് അവിടെ പറയുകയാണ് അത് താജുൽ ഉലമയുടെ കറാമത്തായി അവിടെ വെക്കാം. ഇനി താജുൽ ഉലമ കഴിഞ്ഞു, ആ രൂപത്തിൽ അത് ഖുറത്തു സാദത്തിലേക്ക് വരികയാണ്. അങ്ങനെ ബാപ്പാന്റെ വിജയം അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് അത് ഓതൽ മാത്രം അല്ല, അത് ഓതുന്നത് എന്തിനു വേണ്ടിയാ, എന്തിനു വേണ്ടി ഖുർആൻ ശരീഫ് ഓതുന്നു? അതെ, നമ്മൾക്ക് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നമ്മക്ക് എന്തെതിരുന്നാലും ഖുർആൻ ശരീഫ് നമുക്ക് എതിർക്കൂല. നിക്കോ, ബാക്കി ആരെതിരുന്നാലും ഖുർആൻ ശരീഫ് എതിർക്കൂല. അതുപോലെ മഹാന്മാരും എതിര് നിൽക്കൂല. ബദരീങ്ങൾ അത് തവസ്സുലാക്കാനുള്ള ചോദിക്കാനുള്ള കാരണം എന്ത്? ദീനിന്റെ വിജയം അത് ബദരീങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദീനിയായ ഏത് വിഷയത്തിലും നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ആ ബദരീങ്ങൾ എന്ത് ചെയ്യണം? തവസ്സുൽ ചെയ്ത് അന്നൽക്ക് തന്നെ ഖുർആൻ ശരീഫിനെ തവസ്സുലാക്കിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ റബ്ബ് തരും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല.